സൗന്ദര്യം അധികം ഉണ്ട് എന്നാൽ പെണ്ണിന് കെട്ടാതിരിക്കൽ നല്ലതാ ശർറന്തിന്. വെള്ളം തെളിഞ്ഞത് എന്നു കണ്ടാൽ പിന്നെ കുളിക്കുന്നതിനധികം ജനം വരും പൊന്നേ. ഒരു നല്ല ആബിദ് പണ്ട് ഇസ്രായേല്യരിൽ ഉണ്ടായിരുന്നു. മുഹിബ്ബുമാൻ താൻ ഭാര്യയിൽ വെറും 3 പ്രാർത്ഥന റബ്ബയാൾക്കാലം ചെയ്യുന്നതിനനുവാദമായി നബി മൂലം. ഇത് കേട്ട് ഭാര്യ പറഞ്ഞു, എന്നാൽ ഒന്നതിൽ തരണം എനിക്കും ബാക്കി നിങ്ങളുടെ ഇഷ്ടമിൽ. ചോദിച്ചയാൾ അവളോട്, എന്താ വേണ്ടത്? പ്രാർത്ഥിച്ചിടാം നിനക്കിന്ന് ഇഷ്ടപ്പെട്ടത്. ഇന്നുള്ള സ്ത്രീകളിൽ ഏറ്റവും സൗന്ദര്യവും എനിക്കുള്ളതായി വരണം, അതാണെൻ്റിഷ്ടവും. പ്രാർത്ഥിച്ചയാളപ്പോൾ ഇലാഹോടന്ന് സൗന്ദര്യം അവളിൽ വന്നതാ പൊതിയുന്ന്. വിളക്കിൻ്റെ ആവശ്യം അയാൾക്കവിടില്ല, റൂമൊക്കെയും ലംഘുന്നിരുട്ടേയില്ല. പുറത്തേക്ക് ഇറങ്ങാൻ ആഗ്രഹം ജനിക്കുന്നതായി തുടക്കം കുറിച്ചപ്പോൾ അയാൾ തടയുന്നതായി. അപ്പോൾ അവൾ പറയുന്നയാളോടന്ന്, അനുയോജ്യനേ താനല്ല എൻ്റെ അഴകിന്. വീട്ടിൻ്റെ ഉള്ളിൽ ഈ സൗന്ദര്യം ഒതുക്കുന്നത് പാഴാക്കലാണെന്നാണ് അവൾക്കന്നുള്ളത്. ചുരുക്കി പറഞ്ഞാൽ കണ്ട് പലരും അവളെയും സംസാരമായി പിന്നീട് നാടൊട്ടാകെയും. ഒരു പരമസുന്ദരി അത്ഭുതം തോന്നുന്നത് ഉണ്ടെന്ന് രാജാവ് അപ്പോഴാണ് അറിയുന്നത്. ക്ഷണം അവളെ ബലമായി ഹാജരാക്കണമെന്ന് പോലീസിന് ആജ്ഞ കൊടുത്തുടൻ കുതിക്കുന്നു. അവരവളെ വീട്ടിൽ വന്നതാ പിടികൂടി ബലമായി പിടിച്ചിറക്കുന്നു എന്തൊരു മോടി. സൗന്ദര്യ റാണി നടന്നു ആർഭാടത്തിലായി രാജന്റെ കൊട്ടാരത്തിലേക്ക് എഴുന്നള്ളലായി. ഭർത്താവ് വ്യസനം പൂണ്ട് കൈ ഉയർത്തുന്നതായി. കുരങ്ങാക്ക് റബ്ബേ എന്നയാൾ പ്രാർത്ഥിച്ചു പോയി. കൊട്ടാരത്തോടടുക്കുന്ന സമയം റാണിയും കുരങ്ങായി മറിച്ച അല്ലാഹു ജസദൊട്ടാകെയും ആട്ടിപ്പുറത്താക്കുന്നതിനുടൻ ആജ്ഞയായി കുരങ്ങായി മറിഞ്ഞവൾ വീട്ടിലേക്കെത്തുന്നതായി. ഇതു കണ്ട് ഭർത്താവിന് ദുഃഖം കഠിനമായി. ഒന്നുണ്ട് മിച്ചം, 2 ദുആയും നഷ്ടമായി. മടക്കൻ്റെ റബ്ബെ പൂർവ്വരീതിയിൽ ഇവളെയും അതുപോലെ റബ്ബ് മടക്കി ഉടനടി അവളെയും. വിജയം ലഭിക്കൽ 2 പേർക്കും അസാധ്യമായി. പ്രാർത്ഥന ലഭിച്ചത് മുഴുവനും നഷ്ടത്തിലായി. റബ്ബിൻ്റെ തൗഫീക്കില്ല എന്നാൽ ഏതിനും ലഭിക്കുന്നതും ലഭിക്കാത്ത ഫലമാണേവനും. റൂഹുൽ ബയാൻ നീ നോക്ക്, ഒന്നിൽ ഉണ്ടിത് 355 പറയുന്നത്. ഫലമുള്ളതാക്കണമേ ഇലാഹി തന്നതും അതുപോലെ തന്നെ ഫലത്തിലാക്കി തരുന്നതും. നബിതങ്ങളിൽ ഗുണം ചെയ്യണേ അതിരറ്റതായി, അതുപോലെ ആല സ്വഹാബിലും അളവറ്റതായി.